മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുമ്പ് NDRF, RAF എന്നീ സേനകളെ നിയോഗിക്കുന്ന പതിവ് തെറ്റിച്ച കേന്ദ്രം. തിരക്ക് ക്രമാതീതമായി വർദ്ധിച്ചിട്ടും കേന്ദ്രസേനകളെ ഇതുവരെ ശബരിമലയിൽ നിയോഗിച്ചിട്ടില്ല. വിവരങ്ങളുമായി അഖിൽ TS ചേരുന്നുണ്ട്. അഖിൽ, കേന്ദ്രസേനകളെ ശബരിമലയിൽ ഡ്യൂട്ടിക്കായി നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കേന്ദ്രത്തിന് കത്തയച്ചിരുന്നു. എന്നാൽ ഈ കത്തില് കേന്ദ്രം ഇതുവരെ നടപടി എടുത്തിട്ടില്ല എന്നടക്കമുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. വിശദാംശങ്ങൾ. വിഷ്ണുപ്രിയ, തീർച്ചയായും ശബരിമലയിൽ അനിയന്ത്രിതമായ തിരക്കാണ് നിലവിൽ. ഒരു ദിവസം അനുവദനീയമായ ആളുകളെക്കാൾ കൂടുതൽ ആളുകൾ ദർശനത്തിനെത്തുമ്പോൾ നിലവിൽ വിന്യസിച്ചിരിക്കുന്ന 3500 പോലീസുകാരെ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയാവുന്ന തരത്തിനേക്കാളും കൂടുതൽ തിരക്ക് ശബരിമലയിലുണ്ട്. ഈ ഘട്ടത്തിൽ ഇതിനു മുന്നോടിയായി തന്നെ കേന്ദ്രസേനകളെ അയക്കണമെന്നോ ഒരാഴ്ച മുമ്പ് തന്നെ കേന്ദ്രത്തിന് ആഭ്യന്തര വകുപ്പ് കത്തയച്ചിരുന്നു. എന്നാൽ നിലവിൽ മണ്ഡലകാലം ആരംഭിച്ച് 2 ദിവസം പിന്നിട്ടിട്ട് പോലും ഇതുവരെ NDRF, RAF എന്നീ സേനകളെ നിയോഗിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഒരു തരത്തിലുള്ള തീരുമാനവും സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടില്ല. അഖിൽ, അതുപോലെ തന്നെ തിരക്ക് ക്രമാതീതമായി വർദ്ധിച്ചിട്ടും എന്തുകൊണ്ടാണ് കേന്ദ്ര സേനകളെ ഇതുവരെ ശബരിമലയിൽ നിയോഗിക്കാത്തത്? വിഷ്ണുപ്രിയ, കേന്ദ്രം എല്ലായ്പ്പോഴും അയ്യപ്പ ഭക്തർക്കൊപ്പമാണ് എന്ന് ദീപ് പറയുകയും എന്നാൽ അയ്യപ്പ ഭക്തരെ മാക്സിമം ബുദ്ധിമുട്ടിക്കുക എന്നുള്ള തരത്തിലാണ് കേന്ദ്രത്തിന്റെ ഇപ്പോഴുള്ള നടപടി കാണേണ്ടിയിരിക്കുന്നത്. കാരണം ശബരിമലയിൽ ഇപ്പോൾ മുൻ വർഷങ്ങളിൽ നിന്ന് വിപരീതമായി ആദ്യ ദിവസങ്ങളിൽ തന്നെ 1 ലക്ഷത്തിലധികം ആളുകളാണ് ആദ്യ 2 ദിവസം പിന്നിടുമ്പോൾ ദർശനത്തിനായി എത്തിയിരിക്കുന്നത്. ഈ 1 ലക്ഷത്തിലധികം ആളുകളെ നിയന്ത്രിക്കുന്നതിനായി നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് 18,000 പോലീസുകാരെ വിവിധ ഇടങ്ങളിലായി വിന്യസിച്ചിട്ടുണ്ടെങ്കിലും തിരക്ക് നിയന്ത്രിക്കുന്നതിന് ഈ 14,000 വരുന്ന പോലീസുകാർ അപ്രാപ്യമാണ്. ആ ഘട്ടത്തിലാണ് പരിശീലനം സിദ്ധിച്ച NDRF, RAF അംഗങ്ങളെ ശബരിമലയിൽ ഡ്യൂട്ടിക്ക് നിയോഗിക്കണമെന്ന് കാട്ടിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് സംസ്ഥാനം കത്തയച്ചിരുന്നു. എന്നാൽ ഒരു തരത്തിലുള്ള മറുപടിയും കേന്ദ്രം ഇതുവരെ ഈ വിഷയത്തിൽ നൽകിയിട്ടില്ല. മാക്സിമം ആളുകളെ ബുദ്ധിമുട്ടിക്കുകയും അതുവഴി സംസ്ഥാന സർക്കാരിനെതിരെ മറ്റൊരു തരത്തിലുള്ള വർഗീയമായ വികാരം സൃഷ്ടിക്കുകയുമാണ് ഇതിലൂടെ കേന്ദ്രം ലക്ഷ്യം വെക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അഖിൽ, അതുപോലെ തന്നെ നേരത്തെ K. ജയകുമാർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വിവരിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ആവർത്തിക്കാമോ? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ പറഞ്ഞു വെച്ചത് ശബരിമലയിലെ തിരക്ക് മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അപൂർവമായ തിരക്കാണ് ശബരിമലയിൽ ഇപ്പോൾ നിലവിലുള്ളത്. ഈ തിരക്കിനെ നിയന്ത്രിക്കാനുള്ള എല്ലാ തരത്തിലുള്ള നടപടികളും സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും ഭാഗത്തു നിന്ന് കൈക്കൊണ്ടു കഴിഞ്ഞു. ആളുകൾക്ക് വെള്ളം കിട്ടുന്നില്ല എന്നുള്ള പരാതികൾ ചില കോണിൽ നിന്ന് ഉയരുന്നതായി കണ്ടു. അതിനായി അധികമായി വെള്ളം നൽകുന്നതിന് വേണ്ടി 200 ആളുകളെ നിയോഗിക്കുമെന്നും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനായി അധികമായി 250 ശുചീകരണ തൊഴിലാളികളെ നിയമിക്കുമെന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ പറഞ്ഞു വെച്ചത്. ഇപ്പോൾ വൻ ഭക്തജന തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ നിയന്ത്രിക്കുന്നതിൽ അപ്പുറമാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലേ അഖിൽ? തീർച്ചയായും 1 ലക്ഷത്തിലധികമാണ് ഇന്ന് ഈ 2 ദിവസം കൊണ്ട് ശബരിമലയിൽ എത്തിയിരിക്കുന്നത്. 2.5 ലക്ഷത്തോളം ആളുകളാണ്. നിയന്ത്രിക്കാൻ കഴിയുന്നതിലും അപ്പുറമായി വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഇപ്പോൾ ശബരിമലയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഉച്ചയ്ക്ക് 1 മണിക്ക് നടയടക്കേണ്ടിയിരുന്ന ദർശന സമയം 1 മണിക്കൂർ കൂടെ നീട്ടിക്കൊണ്ട് ഉച്ചയ്ക്ക് 2 മണി വരെയാക്കി നീട്ടിയിരിക്കുന്നത്. അഖിൽ, കേന്ദ്രസേനകളെ ശബരിമലയിൽ ഡ്യൂട്ടിക്കായി നിയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഈ മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ കേന്ദ്രത്തിന് കത്തയച്ചിരുന്നു. എന്നാൽ ഈ കത്തിൽ കേന്ദ്രം ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. അതൊക്കെയാണ് ഈ ഒരു ശബരിമലയിൽ വൻ ഭക്തജന തിരക്കിനുള്ള കാരണം എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ നിയന്ത്രണ വിധേയമാണെന്നാണ് പറയുന്നത് ഭക്തജന തിരക്കല്ലേ? ദേവസ്വം ബോർഡും സർക്കാരും അവലോകന യോഗങ്ങൾ പൂർത്തിയാക്കി ആവശ്യമായ സുരക്ഷാ സേനകളെ വിന്യസിക്കണമെന്ന് കേന്ദ്രത്തിന് കത്ത് നൽകി. എന്നാൽ ആ കത്തിൽ ഇതുവരെ ഒരു മറുപടിയും കേന്ദ്രം നൽകിയില്ല. സാധാരണഗതിയിൽ തലേദിവസം തന്നെ സന്നിധാനത്ത് 60 അംഗ NDRF സംഘവും 60 അംഗ RAF സംഘവും ഡ്യൂട്ടിയിൽ പ്രവേശിക്കേണ്ടതാണ്. എന്നാൽ മണ്ഡലകാലം ആരംഭിച്ച് 2 ദിവസം പിന്നിട്ടിട്ടും ഇതുവരെ ഈ സേനകൾ ഒന്നും തന്നെ സന്നിധാനത്ത് എത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന്റെ ഭാഗമായാണ് ഈ അനിയന്ത്രിതമായ തിരക്ക് നിയന്ത്രിക്കാനാകാതെ പോകുന്നത്. മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുമ്പ് NDRF, RAF എന്നീ സേനകളെ നിയോഗിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ ഈ സമയത്ത് ഇതാക്കിയത്. ശബരിമലയിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്.